തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി 2 നാൾ മാത്രം. നാളെയാണ് കൊട്ടിക്കലാശം. 19-ാം തീയതിയാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും തമിഴ്നാട് സാക്ഷ്യം വഹിക്കുക. അരുൺ അലത്തൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തായാലും ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്, എവിടെയാണ്? അതോടൊപ്പം തന്നെ ഈ എല്ലാ മണ്ഡലങ്ങളിലും തമിഴ്നാട്ടിൽ ഇത്തവണ പതിവിന് വിപരീതമായി ശക്തമായ ത്രികോണ മത്സരം കൂടിയാണ് നടക്കാൻ ഒരുങ്ങുന്നത്. തീർച്ചയായും മനു, തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴേതായാലും അവസാനഘട്ട പ്രചരണമാണ് തമിഴ്നാട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് കൊട്ടിക്കലാശം. ഞാനിപ്പോൾ നിൽക്കുന്നത് നീലഗിരി മണ്ഡലത്തിലാണ്. നീലഗിരി മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ NDA സ്ഥാനാർത്ഥിയായ എൽ മുരുകന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രാമാന്തരങ്ങൾ ചെന്നുകൊണ്ട് പ്രത്യേക സ്ഥാനാർത്ഥികളെ എല്ലാം നേരിൽ കണ്ടുകൊണ്ട് വോട്ട് ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും സമാന രീതിയിൽ തന്നെയാണ് പരമാവധി വോട്ടർമാരെ അവസാന നിമിഷത്തിൽ നേരിൽ കാണുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് പോലെ കൊട്ടിക്കലാശം എന്ന് ഏതെങ്കിലും നഗരം കേന്ദ്രീകരിച്ച് എല്ലാ പാർട്ടികളും ഒരുമിച്ച് വന്നുള്ള തരത്തിലുള്ള പരിപാടികളൊന്നും ഇവിടെയില്ല. ഇവിടെ ഇവർ പരമാവധി ആളുകളെ നേരിൽ കാണുക, വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ അവസാന നിമിഷത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൽ മുരുകൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു ഗ്രാമത്തിലെത്തി ആ ഗ്രാമത്തിലെ വളരെ താഴേക്കടിയിലുള്ള ജനങ്ങളുമായി സംവദിക്കുകയാണ്. അദ്ദേഹം പ്രധാനമായും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ അവരോട് ചോദിച്ചറിയുന്ന ഒരു സാഹചര്യമാണ്. ജൽജീവൻ മിഷൻ ആണെങ്കിലും അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയാണെങ്കിലും അത്തരത്തിലുള്ള ഓരോ പദ്ധതികളും എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അത് ആർക്കെല്ലാം അതിന്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ആരായുകയാണ്. പക്ഷേ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള പദ്ധതികളൊന്നും അവരിലേക്ക് കൃത്യമായി എത്തുന്നില്ല. അതല്ലെങ്കിൽ അത് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-യോ MLA-യോ ഉൾപ്പെട്ട ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് എൽ മുരുകനോട് ആളുകൾ പറയുന്നത് കാണുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ BJP അവരുടെ A ക്ലാസ് മണ്ഡലമായി തമിഴ്നാട് കരുതുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നീലഗിരി. ഇത്തവണ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. തമിഴ്നാട്ടിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ തങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. 5-6 സീറ്റുകളിലേറെ BJPക്ക് ഇത്തവണ തമിഴ്നാട്ടിൽ ലഭിക്കും എന്നുള്ളതാണ് വിവിധ ഏജൻസികൾ സർവേ നടത്തി പുറത്തുവിട്ടിരിക്കുന്ന ഫലം. അതേസമയം തന്നെ 20 സീറ്റോളം ഇത്തവണ നേടാൻ വേണ്ടിയുള്ള ശ്രമമാണ് BJP നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ DMK ഒപ്പം തന്നെ ADMK ഈ 2 പാർട്ടികളാണ് കാലങ്ങളായി തമിഴ്നാട്ടിൽ മാറി വിജയിച്ചിരുന്നത്. 2014-ലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറെക്കുറെ 37 സീറ്റുകളായിരുന്നു ജയലളിതയുടെ ADMK നേടിയത്. ജയലളിതയുടെ നേതൃത്വത്തിൽ ജയലളിത പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തിയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2 സീറ്റുകൾ അന്ന് NDA ലഭിക്കുകയും ചെയ്തു. അതേസമയം കോൺഗ്രസും അതുപോലെ തന്നെ DMK എല്ലാം അക്കൗണ്ട് തുറക്കാനാവാതെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു 2014 തമിഴ്നാട്ടിൽ സംഭവിച്ചത്. അതിൽ നിന്ന് 2019 വന്നപ്പോൾ വലിയ രീതിയിൽ വോട്ടുകൾ നേടിക്കൊണ്ട് DMK സഖ്യം ADMK എത്ര സീറ്റ് നേടി അതിനേക്കാൾ ഒരുപടി മുകളിൽ കയറി 38 സീറ്റുകൾ നേടുന്ന ഒരു കാഴ്ചയായിരുന്നു DMKയുടെ ഭാഗത്ത് നിന്ന് 2019 ഉണ്ടായത്. ഇത്തവണ ഏതായാലും സമവാക്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ആർക്ക് ഒപ്പം തമിഴ് ജനത നിൽക്കും എന്നുള്ളതിൽ ഒരു ഉറപ്പും ഇല്ല. അതിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ജയലളിതയ്ക്കും MGR-നും ഒക്കെ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ തമിഴ് ജനത ആർക്കാണ് പിന്തുണ നൽകുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല മുൻപ് ഈ DMK ADMK എന്ന് മാത്രമുണ്ടായിരുന്ന സമവാക്യങ്ങൾക്കിടയിലേക്കാണ് NDA സഖ്യം BJP വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 20ഓളം സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മിക്ക സീറ്റുകളിലും ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ഒപ്പം ഈ 3 മുന്നണികൾക്ക് ഉപരിയായി സീമാന്റെ നാം തമിഴർ കക്ഷിയും രംഗത്തുണ്ട്. നാം തമിഴർ കക്ഷി വിജയിക്കാൻ ഒരിടത്തും സാധ്യതയില്ലെങ്കിൽ പോലും പലയിടത്തും സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു പാർട്ടിയായി നാം തമിഴർ കക്ഷി മാറും എന്നുള്ളതും കണക്കുകൂട്ടുന്നുണ്ട്. ഏതായാലും
തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ DMK-യിൽ 21 സീറ്റുകളിലാണ് DMK മത്സരിക്കുന്നത്. അതിൽ കോൺഗ്രസ് 9 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. CPI-യും CPM-ഉം 2 സീറ്റുകളിൽ വീതം തമിഴ്നാട്ടിൽ മത്സരിക്കുന്നുണ്ട്. VC-K 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. MDMK 1 സീറ്റിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് 1 സീറ്റിൽ. ഇതാണ് NDA സഖ്യത്തിൻ്റെ ഒരു സീറ്റ് നിലകൾ. അതുപോലെ തന്നെ ADMK 32 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. SDPI 1 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. DMDK 5 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. PTI 1 സീറ്റിലും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ADMK സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സഖ്യത്തിൻ്റെ സീറ്റ് നിലകൾ. BJP 20 സീറ്റും അതുപോലെ തന്നെ BJP-യുടെ സഖ്യകക്ഷിയായിട്ടുള്ള പട്ടാണി മക്കൾ കക്ഷി 10 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തമിഴ് മാനില കോൺഗ്രസ് 3 സീറ്റിലും അതുപോലെ തന്നെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം 3 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഏതായാലും 39 സീറ്റുകളിലായി 950 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഈ 950 സ്ഥാനാർത്ഥികളിൽ മിക്കയിടങ്ങളിലും കനത്ത പോരാട്ടം നടക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തമിഴ് ജനത ഇത്തവണ ആർക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയം ഇനി എങ്ങോട്ടാണ്? അതായത് 2026-ലാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയം എങ്ങനെ പോകും, അതിൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായി തന്നെ അത് വ്യക്തമാവുന്ന തെരഞ്ഞെടുപ്പായി ഇത് മാറും എന്നുള്ളതാണ്. ഏതായാലും സ്ഥാനാർത്ഥികൾ പരമാവധി ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ വോട്ടുറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം നിരവധി സീറ്റുകളാണ് തമിഴ്നാട്ടിൽ ഇത്തവണ അവർക്ക് വിജയപ്രതീക്ഷയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നീലഗിരി സീറ്റ്, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂർ സീറ്റിലും അവർ വലിയ രീതിയിൽ വിജയപ്രതീക്ഷയിലാണ്. ഈ 2 സീറ്റുകൾ കൂടാതെ തന്നെ കന്യാകുമാരിയിലും അതുപോലെ തന്നെ വിരുദനഗറിലും ഒക്കെ BJP വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ പരമാവധി ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് ഓരോ ഇടത്തും കടന്നു ചെന്നുകൊണ്ട് വോട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളെ നേരിൽ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇടങ്ങളിലും ചെന്ന് വീടുകളിലും മറ്റുമൊക്കെ ചെന്ന് നേരിട്ട് തന്നെ ആളുകളെ കണ്ട് വോട്ട് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷത്തിൽ പരമാവധി സീറ്റ് തീർച്ചയായും അരുൺ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് നീലഗിരി ലോക്സഭാ മണ്ഡലം തമിഴ്നാടിനെ സംബന്ധിച്ച്. അത് മാത്രമല്ല BJP-യുടെ A-ക്ലാസ് മണ്ഡലം പ്രത്യക്ഷത്തിൽ തന്നെ അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടി ഒരു വലിയ പ്രത്യേകതയുണ്ട്. അരുൺ നമ്മളത് എടുത്തു പറഞ്ഞേ മതിയാവും. കാരണം എൽ മുരുകനെ നീലഗിരി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ തമിഴ്നാട് BJP ഘടകത്തിന് പ്രതീക്ഷകൾ ഏറെയാണ്. കാരണം കഴിവ് തെളിയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എൽ മുരുകൻ എന്നതിലും സംശയമില്ല. ഈ BJP അധ്യക്ഷനായി സംസ്ഥാന BJP അധ്യക്ഷനായിരുന്നു മുൻപ്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം മുൻപ്. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായും എപ്രകാരമാണ് തമിഴ്നാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എത്തിയത് എന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുൻപില്ലാത്ത വണ്ണമാണ് BJP-യുടെ പ്രചാരണ രംഗവും കൊഴുത്തത്. കാരണം 8 തവണയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ വർഷം തമിഴ്നാട്ടിലേക്ക് എത്തിയത്. മാത്രമല്ല എവിടെ ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും തമിഴ് ജനതയെ ചേർത്ത് പിടിക്കുന്നതിലും തമിഴിനെ ചേർത്ത് പിടിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ പ്രധാനമന്ത്രി ചെലുത്തിയിരുന്നു. തീർച്ചയായും അനു, നമുക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഇത്തവണ ഈ ഒരു സീറ്റ് നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവിധ ഏജൻസികൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. കാരണം എൽ മുരുകൻ എന്നുള്ളത് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം തന്നെ വലിയ ചലനം BJP-യെ തമിഴ്നാട്ടിൽ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് എൽ മുരുകൻ. അദ്ദേഹം ഈ മുരുകനെ അവഹേളിച്ചുകൊണ്ട് DMK-യുടെ ഭാഗത്തു നിന്ന് ഭഗവാൻ മുരുകനെ അവഹേളിച്ചുകൊണ്ടൊക്കെയുള്ള നടപടികൾ ഉണ്ടായപ്പോൾ അതിനെതിരെ വേൽ യാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ച് വലിയ രീതിയിൽ ഈ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഒരു വേരിളക്കം ഉണ്ടാക്കിയെന്നതിന് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷവും തമിഴ്നാടിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തമിഴ് ജനതയുടെ മുൻപിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സീറ്റിൽ വലിയ വിജയപ്രതീക്ഷ കണക്കാക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ കൃത്യമായി തന്നെ BJP മുന്നോട്ട് വയ്ക്കുന്നത് വികസന രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ വോട്ട് തേടുന്നത്. തമിഴ്നാടിന് വേണ്ടി തങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും BJP എന്നുള്ളത് ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്, ഹിന്ദി പാർട്ടിയാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രചാരണം DMK-യുടെയും ADMK-യുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ അതല്ല, കൃത്യമായി തന്നെ തമിഴിന് തങ്ങൾ പ്രാധാന്യം നൽകുന്നു, എല്ലാ ഭാഷകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BJP എന്നുള്ളത് കൃത്യമായി തന്നെ അടിവരയിട്ട് പറയുന്നു. അതിനവർ അക്കമിട്ട് നിരത്തുന്നത്
പറയുന്നത് പാർലമെന്റിൽ ചെങ്കോല് പ്രതിഷ്ഠിച്ചതാണെങ്കിലും അതുകൂടാതെ തന്നെ കാശിയിൽ നടത്തിയ തമിഴ് സംഗമമാണെങ്കിലും അതുകൂടാതെ തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴിനെ എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയ വാക്കുകളാണെങ്കിലും ഇതൊക്കെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് BJP വോട്ട് തേടുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ BJP മറ്റൊരു കാര്യം തമിഴ് രാഷ്ട്രീയത്തിൽ അവർ പറയുന്നത് ഈ 10 വർഷ കാലയളവിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഭരണത്തിൽ തമിഴ്നാട്ടിൽ ഉണ്ടായ വികസനം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. റോഡ്, റെയിൽ, ഗതാഗത മേഖലയിലൊക്കെ തന്നെ വലിയ വികസനം ഉണ്ടായിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെ എത്തി എന്നുള്ളതാണ്. അത്തരത്തിൽ ആ വികസന കാര്യങ്ങൾ പ്രതിരോധ ഇടനാഴി കൂടി നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. തമിഴ്നാട്ടിന് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ സമാനമായി നിരവധി വികസനമാണ് കഴിഞ്ഞ ഒരു ദശകത്തിൽ എത്തിയിട്ടുള്ളത്.